മനസ്സിലായല്ലോ? അത് തിരിഞ്ഞോണ്ട് തിരിയും, അല്ലാത്ത നട്ടം തിരിയും. ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ. പിന്നെ ഇത് മാത്രല്ല, ഈ ജിന്ന് പിശാജ് അതിങ്ങനെ ഹാലിറാകും, മനുഷ്യരൂപത്തിൽ വരും എന്നൊക്കെയാണ് പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കേട്ടോക്കാം. എന്നിട്ട് ജമീല ടീച്ചർക്ക് അതിന് മറുപടിയും പറയണ്ടാവും കേട്ടോ. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. രണ്ടാമത്തെ ഒരു തലത്തിലുള്ള പ്രവർത്തനം ഹാദറാവലാണ്. ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. മറിയുമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഉമ്മയും മോളും മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം. അവർ പതിവായിട്ട് പള്ളിയിൽ വരുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ സ്വപ്നാടനത്തിന്റെ ഒരു അനുഭവം ഉണ്ടായതാണ്. രാത്രിയിൽ ഈ സ്ത്രീക്ക് ഒരു അനുഭവം ഉണ്ടായി. രണ്ടാൾ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഇങ്ങനെ അത് വരിയെന്ന് പറഞ്ഞു, പള്ളിയിൽ പോകല്ലേ, നമ്മുടെ രണ്ട് നിസ്കാരപ്പായ മക്കളിട്ട് രണ്ട് സ്ത്രീകൾ വന്ന് കുട്ടനെ വിളിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഈ കുട്ടി നീറ്റിട്ട് പോയി. രാത്രി 2 മണി സമയത്താണ് ഇവള് വായിൽ പറഞ്ഞിട്ട് ഇവള് വരെ കൂടെ പോകുമ്പോൾ ഓള് നിസ്കാരപ്പായ എടുത്തിട്ട് ഓള് ഇറങ്ങി അവരിങ്ങനെ ഒറ്റയ്ക്ക് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിന്റെ ഉമ്മ ഉണർന്ന് വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൂത്രയിക്കാൻ പോയി എന്നുള്ള സംശയത്തില്ല. വിളിച്ചു നോക്കും, മറിയുമാന്ന് വിളിച്ചു നോക്കുമ്പോൾ ഒരു വിളിയൊന്നും കേൾക്കുന്നില്ല. അതിലാകെ കൂടി ഉമ്മ വെള്ളം വെച്ച് അയൽവാസികളൊക്കെ ഉണർന്ന് അങ്ങനെ എല്ലാവരും കൂടി ഉറക്ക വിളിച്ച് മറിയുമാ ഈ കുട്ടി ഇവിടെ ഈ നടുനോട്ടിൽ സീറ്റ് കൊടുക്കലെത്തിയിരിക്കണം. കൊടുകൂടെ നടന്നു വരാൻ കുട്ടിന്റെ കാഴ്ചപ്പാടിലൊക്കെ റോഡിൽ നിറയെ വിളിച്ചുണ്ട്, പീടിയൊക്കെ തുറന്നു വെക്കുന്നുണ്ട്, പച്ചാ പകലാണ്. ഈ പെട്ടെന്ന് അർദ്ധരാത്രിയിലല്ലേ, വാഹനമൊന്നും ഇല്ലാത്തൊരു സമയത്തോട് കുട്ടിയോ ശബ്ദം പെട്ടെന്ന് ചോദിക്കും, ഞെട്ടിയുണ്ട്. അവള് ഇരുട്ടത്ത് നടുവോട്ട് നിൽക്കുകയാണ്. ആ സംഭവം 25 കൊല്ലം മുമ്പ് ഇടവണ്ണി നടന്നിട്ട് അതിന്മേൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. വേറെ കുറച്ച് ഇവിടെ അല്ല, വേറെ ഏത് നാട്ടിലാണെങ്കിൽ ആ സ്ത്രീ ഇന്നിപ്പോ ഒരു ജിന്നി ബീവിയാണ്, എന്റെ വിറ്റം തന്നെ. പക്ഷെ ഇവിടെ നടന്നിട്ടില്ല. കാരണം ആളുകൾക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം അന്ധവിശ്വാസം ഇല്ലാതാക്കിയതൊരു നേട്ടമായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ടാവില്ല. ഓരോ പിന്നെ അതേപോലെ നമ്മുടെ ഈ വലിയ പള്ളി പൊളിച്ച് പണിയുന്നൊന്നും ഈ മമ്പാട്ടുകാർ സുന്നികളാണ് ഇതിന്റെ പണിക്കാരായിട്ടുണ്ടായിരുന്നത്. ഒരു വെറുതെ ജിന്ന് ഹാലിറാകും, മരിച്ചുപോയ ആൾക്കാരുടെ കോലത്തിൽ വരും, ജീവിച്ചിരിക്കണ കോലത്തിൽ വരും, വല്യാപ്പാൻ്റെ കോലത്തിൽ വരും, കുട്ടികളെ കോലത്തിൽ വരും, പെണ്ണുങ്ങളെ അങ്ങനെ പലരുടെ കോലത്തിലും വരും. അങ്ങനെ വന്നിട്ട് അവർ ഇപ്പോൾ ജിന്നിൻ്റെ ആയുസൊക്കെ അവിടെ പറഞ്ഞു. ഇതിനൊന്നും തെളിവില്ല കേട്ടോ, അവൻ പറയാന്നുള്ളതാണ്. 1000 കൊല്ലം ജീവിക്കും, 500 കൊല്ലം ജീവിക്കും, 100 കൊല്ലം ജീവിക്കും, ഇതൊക്കെ അങ്ങ് പറയാം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാലം മുമ്പ് മരിച്ചുപോയ വല്യാപ്പാൻ്റെ ശബ്ദത്തിൽ ഇവിടെ കുട്ടികൾ സംസാരിക്കുക. ഇതിന് രേഖ ഉണ്ടാക്കുകയാണ്. ഇതാ ഞാൻ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ വരെ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലല്ല പറഞ്ഞെന്താ, ദാലിക മിൻ അൻബാഇൽ ഗൈബി, ഇതൊക്കെ ഗൈബാണ്, അദൃശ്യമാണ്, ഞാൻ നിനക്ക് വഹയിലൂടെ അറിയിച്ചു തരുന്നതാണ്. ഇതാ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇതൊരാൾക്ക് പറയാ, ഇതാണ് വാദമെങ്കിൽ എന്തു പറയാ, മുഹമ്മദ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാന്റെ വഹയൊന്നുമല്ല, അത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവങ്ങൾ അറിയുന്ന ഒരു ജിന്ന് വന്നിട്ട് ഈ മുഹമ്മദിന്റെ ശരീരത്തിൽ കയറിക്കൂടി സംസാരിക്കാണ് എന്ന് ആ മക്കയിലെ ഒരു മുശ്രിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ എതിരാളി സംസാരിച്ചാൽ ഈ ശംസുദ്ദീനും ഈ ടീമിനും എന്തു മറുപടിയാണ് പറയാനുള്ളത്? എന്തു മറുപടിയാണ് പറയാനുള്ളത്? നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്ന പ്രശ്നം, നിങ്ങൾ വേറെന്തിന്റെ പേരിൽ എന്തോ പറഞ്ഞാൽ നമ്മുടെ പ്രശ്നമല്ല. ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾ എന്ത് മറുപടി അതിന് പറയാ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൂദ് നബിയുടെ ചരിത്രം, സ്വാലിഹ് നബിയുടെ ചരിത്രം, യൂസുഫ് നബിയുടെ ചരിത്രം, യാക്കൂബ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, അങ്ങനെ തുടങ്ങി ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണി ഖുർആനിലൂടെ റസൂലുള്ളാഹി ഇങ്ങനെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അത് കേൾക്കുന്ന ഒരു മനുഷ്യൻ എന്ത് പറയാ? ഇത് വഹയല്ല, ഇത് അള്ളാന്റെ വാക്യമല്ല, ഇത് അത്രയും മുമ്പ് ജീവിച്ച ഒരു ജിന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ജിന്ന് മുഹമ്മദിന്റെ ശരീഅത്ത് കയറി കൂടിയതാണ്, എന്നിട്ട് ആ ജിന്നാണ് സംസാരിക്കണത് എന്ന് പറഞ്ഞാൽ എന്തു ന്യായം നിങ്ങൾ പറയും? അതിന്റെ പുറമെയാണ് ജമീല ടീച്ചർ സംഭവം പറഞ്ഞത്. അന്ന് അവിടെ നാട്ടിൽ നടന്നേ ഒരു പെൺകുട്ടി എന്തോ സ്വപ്നം കണ്ടെന്താണ്, രാത്രി ഇറങ്ങിപ്പോയി. ചില പെൺകുട്ടിയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാതിര സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പച്ച പകലാണ് എന്ന് കരുതിയിട്ട് പോവാണ്.
എല്ലാവരും കൂടി തെരഞ്ഞു വിളിച്ചു നോക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. എന്നിട്ട് അവർ പറയുന്നു 23 കൊല്ലം മുമ്പ് നടന്നിരിക്കുന്ന ഈ സംഭവം ഇടവണ്ണയിലായതുകൊണ്ട് ഒരു അപകടം ഉണ്ടായില്ല, അല്ലെങ്കിലോ അതൊരു ജിന്നുമായിട്ടുണ്ടാവും, ജിന്ന് ബീവി ആയിട്ടുണ്ടാവും, ജിന്ന് കൂടിയതായിട്ടുണ്ടാവും. അതന്നെ അവിടെ മുമ്പ് നടന്നൊക്കെ മുമ്പ് നടന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഇടവണ്ണയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്വപ്നോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തായിരിക്കും അതിന്റെ വ്യാഖ്യാനം? അതവിടെ ശരീരത്ത് ജിന്നുകാരെ കൂടെ അങ്ങനെ ജിന്നിങ്ങനെ കൊണ്ടുപോയതാ, നടത്തിച്ചു ഇങ്ങനെ കൊണ്ടുപോയി, ജിന്നിങ്ങനെ തോന്നിച്ചു ഇപ്പൊ പകലാണ്, നടന്നോ എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോയി എന്ന് വ്യാഖ്യാനിച്ച് അവസാനം ജിന്നുമായിട്ട് വരും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നുമ്മയും ജിന്നുപ്പയും ജിന്നുമോനും ജിന്നുമോളും അങ്ങനെ എല്ലാ മോളും മോനും ഒക്കെ കൂടിയിട്ട് ഒരു പുതിയ സാധനം കൊണ്ടുവരും. പേര് മാറ്റാൻ ഏതായാലും അതിന് വല്ലാതെ നേരമില്ല, കുറച്ചു നേരം കൂടി ഉള്ളു പേര് മാറ്റാൻ. മനസ്സിലായില്ലേ? കേരള നദുവത്തുൽ ജാൻ പേരിട്ട ക്ലിയറായി. അതിന്റെ യുവജന വിഭാഗം വരും, ഇത്തിഹാദ് ശുബാനിൽ ജാൻ, പിന്നെ ജിന്നു സ്റ്റുഡൻസ് മൂവ്മെന്റ്, ലേഡീസിന്റെ പേരാണ് ഇട്ടെടുത്താളി, അത് ക്ലിയർ ആവും. ജമിയത്തുലമക്കൊക്കെ ആ കോലത്തിൽ പേരിടാം. അതിനെ പറ്റിയ